ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ മക്കളുടെ ആനുവൽ എക്സാമിൻ്റെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് ഉത്തരങ്ങൾ എളുപ്പത്തിൽ എങ്ങനെ എഴുതാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർത്തോണേ. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ടോട്ടൽ 5 ആക്ടിവിറ്റീസ് ആണുള്ളത്. ഒന്നാമത്തെ ആക്ടിവിറ്റി ടേബിൾ ഓഫ് പിക്ചേഴ്സ് ആണ്, ചിത്ര പട്ടിക. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലെറ്റ്സ് പാക്ക് ഇറ്റ് എന്നുള്ളതാണ്. മൂന്നാമത്തെ ആക്ടിവിറ്റി ആനുവൽ ഡേ സെലിബ്രേഷൻസ്. നാലാമത്തെ ആക്ടിവിറ്റിയിൽ ഓപ്ഷൻ എയും ബിയും ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം മാത്രം എഴുതിയാൽ മതിയേ. ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി, രണ്ടും കൂടി എഴുതണ്ട. എ ആണ് എഴുതുന്നതെങ്കിൽ കളക്ഷൻ ഓഫ് പ്രൊഡക്ട്സ് എന്നുള്ള ആക്ടിവിറ്റി ആണ്. ഇനി ബി ആണ് മക്കൾ എഴുതുന്നതെങ്കിൽ മിൽക്ക് മാത്ത് എന്നുള്ള ആക്ടിവിറ്റിയാണ്. അഞ്ചാമത്തെ ആക്ടിവിറ്റിക്കും ഓപ്ഷൻ ഉണ്ട്. എയോ ബിയോ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ചൂസ് ചെയ്ത് എഴുതിയാൽ മതി. ഡിസ്റ്റൻസ് എന്നുള്ളതാണ് എ ആക്ടിവിറ്റി. ബി ആക്ടിവിറ്റി വരുന്നത് കൺസ്ട്രക്റ്റിംഗ് ഹാൻഡ് റെയിൽസ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Activity 1, Table of Pictures. The favorite games of class 4 children are given below. One picture indicates 6 numbers. മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ. 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇഷ്ടപ്പെട്ട വിനോദങ്ങളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഒരു ചിത്രം എന്ന് പറയുന്നത് 6 എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഏതൊക്കെ ഗെയിംസ് ഉണ്ട്? ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, വോളിബോൾ. ഇത്രയും ഗെയിംസ് ആണുള്ളത്. ഇനി എത്ര കുട്ടികൾക്കാണ് ഓരോ ഗെയിംസും ഇഷ്ടപ്പെട്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത കോളത്തിൽ. ഫുട്ബോൾ ഇഷ്ടമുള്ളത് 24 കുട്ടികൾക്കാണ്. അത് ചിത്രത്തിൻ്റെ സഹായത്തോടെ എങ്ങനെയാണ് തന്നിട്ടുള്ളത്? ഒരു ചിത്രമെന്ന് പറയുന്നത് 6 എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ഫുട്ബോൾ ഇഷ്ടം ഉള്ള കുട്ടികളുടെ എണ്ണം 24 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നേരെ തന്നിരിക്കുന്നത് 4 ബോളുകളുടെ ചിത്രമാണ്. ഒരു ബോൾ എന്ന് പറയുന്നത് 6 കുട്ടികളാണേ. 6 × 4 നോക്കിയാൽ മതി. ഒരു പിക്ചർ എന്ന് പറയുന്നത് 6 എന്ന നമ്പറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ 4 ബോൾസ് ഉണ്ട്. സോ 6 × 4 നോക്കുക. എത്രയാണ് 6 × 4? 24 ആണ്. 24 കുട്ടികൾ എന്നുള്ളത് അങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ക്രിക്കറ്റ് എത്ര കുട്ടികൾക്കാണ് ഇഷ്ടമെന്ന് നമ്മൾ കണ്ടെത്തണം. അതാണ് ക്വസ്റ്റ്യൻ എ തന്നിട്ടുള്ളത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദി ടേബിൾ. പട്ടികയിലെ വിട്ടുപോയ കളങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എ. നമുക്ക് ആദ്യം ക്രിക്കറ്റ് എത്ര കുട്ടികൾക്ക് ഇഷ്ടമുണ്ട് എന്നാണ് കണ്ടെത്തേണ്ടത്. ഒരു ചിത്രം 6 എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ 3 ബാറ്റ്സിൻ്റെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ 6 × 3 ആണ് നോക്കേണ്ടത്. 18 ആണ്. 18 കുട്ടികൾക്കാണ് ക്രിക്കറ്റ് എന്ന ഗെയിം ഇഷ്ടമുള്ളത്. നെക്സ്റ്റ് ഗെയിം ബാഡ്മിൻ്റൺ ആണ്. ബാഡ്മിൻ്റന് നേരെ തന്നിട്ടുള്ളത് 2 ഷട്ടിൽ ബാറ്റിൻ്റെ പിക്ചേഴ്സ് ആണ്. സോ 6 × 2 നോക്കുക. എത്രയാണ്? 12 സ്റ്റുഡൻസിനാണ്, 12 കുട്ടികൾക്കാണ് ബാഡ്മിൻ്റൺ ഗെയിം ഇഷ്ടമുള്ളത്. ലാസ്റ്റ് വൺ വോളിബോൾ ആണ്. നോക്ക് മക്കളെ, വോളിബോളിന് നേരെ എത്ര ബോൾസിൻ്റെ പിക്ചേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്? 1 2 3 4 5 ബോൾസ് ഉണ്ട്. സോ 5 × 6 ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എത്രയാണ് ആൻസർ? 30 ആണ്. സോ 30 സ്റ്റുഡൻസിനാണ് വോളിബോൾ ഇഷ്ടമുള്ളത്. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹൗ മെനി മോർ ചിൽഡ്രൻ ലവ് വോളിബോൾ ദാൻ ക്രിക്കറ്റ്? മനസ്സിലായല്ലോ. ക്രിക്കറ്റ് ഇഷ്ടമുള്ള കുട്ടികളെക്കാൾ എത്ര പേർ കൂടുതലാണ് വോളിബോൾ ഇഷ്ടപ്പെടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 18 സ്റ്റുഡൻസിനായിരുന്നു ക്രിക്കറ്റ് ഇഷ്ടം. പക്ഷേ 30 സ്റ്റുഡൻസിന് ഇഷ്ടം വോളിബോളാണ്. കൂടുതൽ ഏതാണ്? വോളിബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ്. 30 നമ്പേഴ്സ് ഉണ്ടല്ലേ. 30 കുട്ടികൾക്ക് വോളിബോൾ ഇഷ്ടമാണ്. സോ വോളിബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ നമ്പറിൽ നിന്നും ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ നമ്പർ ഒന്ന് സബ്ട്രാക്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അതായത് 30 - 18 ചെയ്ത് നോക്കിയാൽ മതി. 12 ആണ് കിട്ടുന്നത്. ക്രിക്കറ്റ് ഇഷ്ടമുള്ള കുട്ടികളെക്കാൾ എത്ര പേർ കൂടുതലാണ് അപ്പോൾ വോളിബോൾ ഇഷ്ടപ്പെടുന്നത്? 12 ആണ്. ക്വസ്റ്റ്യൻ സി നോക്കാം. പുട്ട് എ ടിക്ക് അഗെയിൻസ്റ്റ് ദി കറക്റ്റ് വൺ. ഓപ്ഷൻ എ, ദി നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു ലവ് ഫുട്ബോൾ ആൻഡ് വോളിബോൾ ഈസ് ദ സെയിം. ബി, the number of children who love cricket is more than the number of children who love football. C, cricket is liked by the least number of children. And D, most of the children like volleyball. മനസ്സിലായോ? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായതിന് ടിക്ക് മാർക്ക് ഇടാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ എ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഫുട്ബോൾ, വോളിബോൾ എന്നിവ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഒരുപോലെയാണ് എന്നാണ്. ബി പറയുന്നത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. സി, ഏറ്റവും കുറവെണ്ണം കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് ക്രിക്കറ്റാണ്. ഡി, ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് വോളിബോൾ ആണ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് മക്കളെ കറക്റ്റ്?
ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് വോളിബോൾ അല്ലേ? സോ മോസ്റ്റ് ഓഫ് ദി ചിൽഡ്രൻ ലൈക്ക് വോളിബോൾ എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇനി ആക്ടിവിറ്റി 2 നോക്കാം. ലെറ്റ്സ് പാക്ക് ഇറ്റ്. ലുക്ക് അറ്റ് ദി നമ്പർ ഓഫ് അഗർബത്തീസ് മെയ്ഡ് ബൈ ദി ചിൽഡ്രൻ ഇൻ ദി വർക്ക് എക്സ്പീരിയൻസ് ഫെസ്റ്റ്. അതായത് പ്രവൃത്തി പരിചയമേളയിൽ കുട്ടികൾ ഉണ്ടാക്കിയ ചന്ദനത്തിരിയുടെ എണ്ണമാണ്, അഗർബത്തീസിൻ്റെ എണ്ണമാണ് ഇവിടെ ടേബിളിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഓരോ കുട്ടികളുടെ പേരും അവർ ഓരോരുത്തരും എത്ര അഗർബത്തീസ് വെച്ച് ഉണ്ടാക്കിയെന്ന നമ്പറുമാണ് തന്നിട്ടുള്ളത്. റീന ഉണ്ടാക്കിയത് എത്ര അഗർബത്തീസ് ആണ് മക്കളെ? 160. അമലോ 171. ഫാത്തിമ 138. റീജ 131. ക്വസ്റ്റ്യൻ എ നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് അഗർബത്തീസ്? അതായത് ആകെ ഉണ്ടാക്കിയ ചന്ദനത്തിരിയുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. 600 ആയിരുന്നു ആൻസർ. ബി ക്വസ്റ്റ്യൻ. റീന പാക്ഡ് ദി അഗർബത്തീസ്. ഷീ കെപ്റ്റ് ദം ഇൻ പാക്കറ്റ്സ് ഓഫ് 20 ഈച്ച്. ഹൗ മെനി പാക്കറ്റ്സ് വിൽ ബി ദെയർ? റീന നിർമ്മിച്ച ചന്ദനത്തിരി 20 എണ്ണം വീതമുള്ള പാക്കറ്റുകളാക്കി. ആകെ എത്ര പാക്കറ്റുകൾ ഉണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റീന 160 അഗർബത്തീസ് ആയിരുന്നു ഉണ്ടാക്കിയത്. അത് 20 പാക്കറ്റുകളിലാക്കി അറേഞ്ച് ചെയ്താൽ എത്ര എണ്ണം കാണും ഓരോ പാക്കറ്റിലും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റീന ടോട്ടൽ 160 അഗർബത്തീസ് ഉണ്ടാക്കിയിരുന്നു. ഒരു പാക്കറ്റിൽ 20 എണ്ണമാണ് ഉൾക്കൊള്ളിച്ചിരുന്നത്. സോ നമുക്ക് 160 ഡിവൈഡഡ് ബൈ 20 നോക്കിയാൽ മതി. ആൻസർ എത്രയാണ് മക്കളെ? 8 ആണ്. ടോട്ടൽ 8 പാക്കറ്റ്സ് ഓഫ് അഗർബത്തീസ് ആണ് റീന പാക്ക് ചെയ്തത്. ക്വസ്റ്റ്യൻ സി നോക്കാം. ദി കോസ്റ്റ് ഓഫ് 1 പാക്കറ്റ് ഓഫ് അഗർബത്തീസ് ഈസ് 20 rupees. 30 പാക്കറ്റ്സ് വെയർ സോൾഡ്. ഹൗ മച്ച് മണി ഡിഡ് ദേ ഗെറ്റ്? മനസ്സിലായോ? ഒരു പാക്കറ്റ് ചന്ദനത്തിരിയുടെ വില 20 രൂപയാണ്. 30 പാക്കറ്റ് വിൽക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ എത്ര രൂപ കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 30 × 20 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. എത്രയാണ് ആൻസർ വരുന്നത്? 600 ആണ് ആൻസർ. ഓക്കെ, 600 rupees എന്ന് എഴുതണേ. 600 രൂപ. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി മോർ ഡസ് ഫാത്തിമ നീഡ് ടു പാക്ക് 7 പാക്കറ്റ്സ് വിത്ത് 20 അഗർബത്തീസ് ഈച്ച്? 20 എണ്ണം വീതമുള്ള 7 പാക്കറ്റുകളാക്കാൻ ഫാത്തിമയ്ക്ക് ഇനി എത്ര ചന്ദനത്തിരി അഗർബത്തീസ് കൂടി വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫാത്തിമ ഉണ്ടാക്കിയ ചന്ദനത്തിരികളുടെ എണ്ണം 138 ആയിരുന്നു, 138. 20 എണ്ണം വീതമുള്ള 7 പാക്കറ്റുകളാക്കാൻ ഫാത്തിമയ്ക്ക് എത്ര അഗർബത്തീസ് കൂടി വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര അഗർബത്തീസ് വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 20 × 7 എത്രയാണ്? 140 ആണ്. 140 എണ്ണമാണ് വേണ്ടത് 20 എണ്ണം വീതമുള്ള 7 പാക്കറ്റുകൾ ആക്കണമെങ്കിൽ. ഫാത്തിമ ഓൾറെഡി ഇവിടെ 138 അഗർബത്തീസ് ഉണ്ടാക്കിയിട്ടുണ്ട്, 138 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ 140 മൈനസ് 138 എത്രയാണ്? 2 ആണ്. ഇനി 2 എണ്ണം കൂടി മതി ഫാത്തിമയ്ക്ക് 20 എണ്ണം വീതമുള്ള 7 പാക്കറ്റുകൾ ആക്കാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ ഈ നോക്കാം മക്കളെ. 8 × 20 = 160. വിച്ച് എമംഗ് ദി ഫോളോവിങ് ഈസ് ഈക്വൽ ടു 9 × 20? പുട്ട് എ ടിക്ക് അഗെയിൻസ്റ്റ് ദി കറക്റ്റ് വൺ. ചോദ്യം മനസ്സിലായോ? 8 × 20 എന്ന് പറയുന്നത് 160 ആണ്. അങ്ങനെയെങ്കിൽ 9 × 20 തുല്യമായതിന് നേരെ ടിക്കിടാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 1 added to 160. ബി 20 added 9 times to 160. ഓപ്ഷൻ സി 20 added 1 time to 160. and option D 20 added 8 times to 160. 9 × 20 തുല്യമായത് ഏതെന്ന് കണ്ടെത്തണമെങ്കിൽ ആദ്യം എന്തറിയണം? 9 × 20 എത്രയാണെന്ന് അറിയണം. എത്രയാണ് മക്കൾക്കറിയാം? 180 ആണ് 9 × 20 എന്ന് പറയുന്നത്. സോ അതിനോട് തുല്യമായത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് മക്കളെ ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 20 added 1 time to 160. അതായത് 160നോട് ഒരു പ്രാവശ്യം 20 ആഡ് ചെയ്യുന്നു, 20 കൂട്ടുന്നു. 160 അധികം 20 എത്രയാണ്? 180 ആണ്. ഓക്കെ, ആക്ടിവിറ്റി 3 നോക്കാം. ആനുവൽ ഡേ സെലിബ്രേഷൻസ്. ദി എമൗണ്ട് സ്പെൻഡ് ഫോർ ദി ആനുവൽ ഡേ സെലിബ്രേഷൻസ് ഓഫ് ചോലവയൽ LP സ്കൂൾ ഈസ് ഗിവൺ ബിലോ. മനസ്സിലായല്ലോ? ചോലവയൽ LP സ്കൂളിലെ വാർഷിക ആഘോഷത്തിന് ചെലവായ തുകയാണ് താഴെ ടേബിളിൽ തന്നിട്ടുള്ളത്. ഓരോ ഇനവും ഓരോ ഇനത്തിലായിട്ട് എത്ര എമൗണ്ട് സ്പെൻഡ് ആയെന്നുള്ളതും തന്നിട്ടുണ്ട്.
Question A. Which item had the highest expense at the annual day celebrations? അതായത് വാർഷിക ആഘോഷത്തിന് ഏറ്റവും കൂടുതൽ തുക ചെലവായത് ഏത് ഇനത്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിനത്തിനാണ് മക്കളെ? ലൈറ്റ് ആൻഡ് സൗണ്ട് ആണ് ആൻസർ വരുന്നത്. 8,500 rupees ചെലവായിട്ടുണ്ട്. Question B. How much more was spent on light and sound than on food? ഭക്ഷണത്തിന് ചെലവായതിനേക്കാൾ എത്ര രൂപ കൂടുതലാണ് ലൈറ്റ് ആൻഡ് സൗണ്ടിന് ചെലവായതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൈറ്റ് ആൻഡ് സൗണ്ടിന് എത്ര രൂപയാണ് മക്കളെ സ്പെൻഡ് ആയത്? 8,500 rupees ആണ്. ഫുഡിന് 7,480 rupeesമാണ് ചെലവായിരിക്കുന്നത്. സോ എത്ര കൂടുതലാണ് ലൈറ്റ് ആൻഡ് സൗണ്ടിന് ചിലവായത്? ഫുഡിനേക്കാൾ എത്ര കൂടുതലാണ് ലൈറ്റ് ആൻഡ് സൗണ്ടിന് സ്പെൻഡ് ആയതെന്നാണ് കണ്ടെത്തേണ്ടത്. അതിനെന്ത് ചെയ്യണം? ഈ 8,500 നിന്ന് 7,480 സബ്ട്രാക്ട് ചെയ്താൽ മതി, മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. എത്രയാണ് ആൻസർ വരുന്നത്? 1,020 rupees ആണ് ലൈറ്റ് ആൻഡ് സൗണ്ടിന് ഫുഡിനേക്കാൾ കൂടുതലായിരിക്കുന്നത്. ഓക്കെ. Question C. What is the total expense of annual day celebrations? വാർഷിക ആഘോഷത്തിന് എത്ര രൂപ ആകെ ചെലവായി എന്നാണ് അടുത്തത് കണ്ടെത്തേണ്ടത്. ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് 3 ഐറ്റത്തിൻ്റെയും കൂടി എമൗണ്ട് എക്സ്പെൻസ് ആഡ് ചെയ്താൽ മതി, പ്ലസ് ചെയ്ത് നോക്കിയാൽ മതി. ഫുഡ് പ്ലസ് ലൈറ്റ് ആൻഡ് സൗണ്ട് പ്ലസ് പ്രൈസ്. 7,480 പ്ലസ് 8,500 പ്ലസ് 2,000 എത്രയാണ്? 17,980. 17,980 രൂപയാണ് ടോട്ടൽ ആനുവൽ ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ചിലവായിരിക്കുന്നത്. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതണം? 17,980 rupees. Question D നോക്കാം. 4 former students shared the amount for the prize equally. How much did one person give? സമ്മാനത്തിന് ചെലവായ തുക 4 പൂർവ്വ വിദ്യാർത്ഥികളാണ് തുല്യമായി കൊടുത്തത്. അങ്ങനെയെങ്കിൽ ഒരാൾ എത്ര രൂപ കൊടുത്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമ്മാനത്തിനാകെ എത്ര രൂപയാണ് ചെലവായത്? 2,000 rupees ആണ്. പ്രൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് 2,000 rupees ആണ് ചെലവായത്. അത് 4 പേർ ചേർന്ന് ഈക്വലായിട്ട് എടുത്താൽ എങ്ങനെയാണ്, എത്ര രൂപ വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ കണ്ടെത്താം മക്കളെ? ഈസി അല്ലേ? 2,000 ഡിവൈഡഡ് ബൈ 4 നോക്കിയാൽ മതി. ടോട്ടൽ പ്രൈസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 2,000 ആയിരുന്നു. 4 ആളുകളാണ് ഈക്വലായിട്ട് ഒരു എമൗണ്ട് ഷെയർ ചെയ്തത്. സോ ഒരാൾ എത്ര കൊടുത്ത് കാണും? 500 rupees ആണ് ഒരാൾ കൊടുത്തത്. Question E. The number of currency notes and their sum is given below. നോട്ടുകളുടെ എണ്ണവും അവയുടെ തുകയും കൂടി ചുവടെ തന്നിട്ടുണ്ട്. പുട്ട് എ ടിക്ക് അഗൻസ്റ്റ് ദി കറക്റ്റ് വൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായി യോജിച്ചതിന് നമ്മൾ ടിക്ക് ഇടണം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണേ. അതായത് 2,000 rupees എന്ന് പറയുന്നത് 20 notes of 100 ആണ്. 3,000 rupees എന്ന് പറയുന്നത് 6 notes of 500 ആണ്. 4,000 rupees എന്ന് പറയുന്നതോ 8 notes of 500 ആണ്. ലാസ്റ്റ് വൺ 1,000 rupees എന്ന് പറയുന്നത് എത്രയാണ്? 10 notes of 100 ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ആക്ടിവിറ്റി 4 നോക്കാം. അറ്റംപ്റ്റ് എനി വൺ ഫ്രം ദി ക്വസ്റ്റ്യൻ ഫോർ എ ആൻഡ് ബി. 4ാമത്തെ ആക്ടിവിറ്റിയുടെ എ പാർട്ടോ ബി പാർട്ടോ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി. എ ക്വസ്റ്റ്യൻ നോക്കാം. കളക്ഷൻ ഓഫ് പ്രൊഡക്ട്സ്. ദി ലിസ്റ്റ് ഓഫ് ഐറ്റംസ് കളക്റ്റഡ് ഇൻ കണക്ഷൻ വിത്ത് ദി സബ് ഡിസ്ട്രിക്ട് കലോത്സവം ഈസ് ഗിവൺ ബിലോ. ഉപജില്ലാ കലോത്സവത്തിനോടനുബന്ധിച്ച് നടത്തിയ ഉൽപ്പന്ന ശേഖരണത്തിൽ കിട്ടിയ സാധനങ്ങളുടെ വിവരമാണ് താഴെ തന്നിട്ടുള്ളത്. റൈസ് 3 quintals 25 kilogram, coconut 1 quintal 70 kilogram, yam 1 quintal 10 kilogram, banana 1 quintal 8 kilogram. അതായത് അരിയും തേങ്ങയും ചേനയും നേന്ത്രക്കായയും ഒക്കെ എത്ര വീതം കിട്ടിയെന്നാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എ നോക്കാം. റൈറ്റ് ദ വെയ്റ്റ് ഓഫ് ബനാന ഇൻ കിലോഗ്രാം. ഇവിടെ തന്നിരിക്കുന്നത് ബനാന 1 quintal 8 kilogram എന്നാണ്. ഇത് കിലോഗ്രാമിൽ മാത്രമാക്കി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ മക്കളെ, 1 quintal എന്ന് വെച്ചാൽ എത്ര കിലോഗ്രാം ആണ്? 1 quintal മീൻസ് 100 kilogram. 100 kilogram ആണ് ഒരു ക്വിൻ്റൽ എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ ബനാന എത്ര കിലോഗ്രാം ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബനാന 1 quintal 8 kilogram എന്നാണ് മുകളിൽ തന്നിട്ടുള്ള കണക്ക്. സോ ഇത് കിലോഗ്രാമിൽ മാത്രമാക്കുമ്പോൾ എത്ര വരും? 1 quintal മീൻസ് 100 kilogram ആണ്. അതിൻ്റെ കൂടെ ഇവിടെ തന്നിട്ടുള്ള 8 kilogram കൂടി കൂട്ടുക. സോ 100 kilogram പ്ലസ് 8 kilogram എത്രയാണ്? 108 kilogram. 108 kilogram ആണ് ബനാന ഉള്ളത്.
ക്വസ്റ്റ്യൻ ബി നോക്കാം മക്കളെ. 1 ക്വിൻ്റൽ 50 കിലോഗ്രാം റൈസ് വാസ് യൂസ്ഡ് ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് ദി കലോത്സവം. ഹൗ മച്ച് വിൽ ബി ദ വെയ്റ്റ് ഓഫ് ദി റൈസ് ദാറ്റ് വാസ് ലെഫ്റ്റ്? മനസ്സിലായോ? കലോത്സവത്തിൻ്റെ ഒന്നാം ദിവസം 1 ക്വിൻ്റൽ 50 കിലോഗ്രാം അരി ഉപയോഗിച്ചു. ബാക്കിയുള്ള അരിയുടെ തൂക്കം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് നോക്കേണ്ടത് ടോട്ടൽ എത്ര അരി ഉണ്ടായിരുന്നു മക്കളെ. കളക്ട് ചെയ്തത് എത്ര അരിയാണ്? 3 ക്വിൻ്റൽ 25 കിലോഗ്രാം. അതായത് 3 ക്വിൻ്റൽ എന്ന് വെച്ചാൽ 300 കിലോഗ്രാം ആണ്. പ്ലസ് 25 കിലോഗ്രാം മീൻസ് 325 കിലോഗ്രാം. 325 കിലോഗ്രാം റൈസ് കളക്ട് ചെയ്തിരുന്നു. ഓക്കെ, ഇനി യൂസ് ചെയ്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഡേയിൽ യൂസ് ചെയ്തത് 1 ക്വിൻ്റൽ 50 കിലോഗ്രാം റൈസ് യൂസ് ചെയ്തു എന്നാണ്. അതായത് 1 ക്വിൻ്റൽ മീൻസ് 100 കിലോഗ്രാം ആണ് പ്ലസ് 50 കിലോഗ്രാം. അതായത് 150 കിലോഗ്രാം 150 കിലോഗ്രാം റൈസ് യൂസ് ചെയ്തു. ഇനി ബാക്കി വരുന്നത് എത്ര റൈസ് ആണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെ കണ്ടെത്താം? 325 മൈനസ് 150 എത്രയാണ്? 175 കിലോഗ്രാം റൈസ് ആണ് ബാക്കിയുള്ള അരിയുടെ തൂക്കമെന്ന് പറയുന്നത്. 175 കിലോഗ്രാം അരി റൈസ് ബാക്കിയുണ്ട്. അതായത് 1 ക്വിൻ്റൽ 75 കിലോഗ്രാം റൈസ് ബാക്കിയുണ്ട്. മക്കൾ ആൻസർ എഴുതുമ്പോൾ 175 കിലോഗ്രാം എന്ന് എഴുതിയാലും ശരിയാണ്. ഇനി അതല്ല 1 ക്വിൻ്റൽ 75 കിലോഗ്രാം എന്ന് എഴുതിയാലും ശരിയാണ് കേട്ടോ. സി ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ മച്ച് മോർ ഈസ് ദി വെയ്റ്റ് ഓഫ് കോക്കനട്ട് ദാൻ ദാറ്റ് ഓഫ് യാം? ചേനയുടെ തൂക്കത്തെക്കാളും എത്ര കൂടുതലാണ് തേങ്ങയുടെ തൂക്കമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യാമിൻ്റെ ചേനയുടെ തൂക്കം എത്രയാണ്? 1 ക്വിൻ്റൽ 10 കിലോഗ്രാം എന്ന് വെച്ചാൽ എത്രയാണ്? കിലോഗ്രാമിൽ മാത്രമായി നമ്മൾ പറയുമ്പോൾ 1 ക്വിൻ്റൽ എന്ന് വെച്ചാൽ 100 കിലോഗ്രാം ആണെന്ന് നമ്മൾ പറഞ്ഞു. പ്ലസ് 10 കിലോഗ്രാം 110 കിലോഗ്രാം. 110 കിലോഗ്രാം ആണ് യാമിൻ്റെ തൂക്കം. ഇനി കോക്കനട്ടിൻ്റെ തൂക്കമോ? 1 ക്വിൻ്റൽ 70 കിലോഗ്രാം ആണ്. അതായത് 100 കിലോഗ്രാം പ്ലസ് 70 കിലോഗ്രാം എത്രയാണ്? 170 കിലോഗ്രാം. സോ നമുക്ക് ആൻസർ എങ്ങനെ കണ്ടെത്താം? 170 മൈനസ് 110 60 ആണ് ആൻസർ വരുന്നത്. അതായത് ചേനയുടെ തൂക്കത്തെക്കാളും എത്ര കൂടുതലാണ് തേങ്ങയുടെ തൂക്കം? 60 കിലോഗ്രാംസ് കൂടുതലാണ്. ക്വസ്റ്റ്യൻ ഡി പുട്ട് എ ടേക്ക് അഗെയിൻസ്റ്റ് ദി കറക്റ്റ് വൺ ആണ്. അതായത് ചുവടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ശരിയായതിന് നേരെ മക്കൾ ടിക്ക് ഇടുക. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1 ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാംസ് ആണ്. 1 ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണ്. എന്താണ് ടൺ എന്ന് വെച്ചാൽ? എ ടൺ ഈസ് എ ലാർജർ യൂണിറ്റ് ഓഫ് വെയ്റ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 1 ക്വിൻ്റൽ മീൻസ് 100 കിലോഗ്രാം ആണ്. സോ 10 ക്വിൻ്റൽ മീൻസ് 1000 കിലോഗ്രാം ആണ്. Therefore 1 ടൺ മീൻസ് 1000 കിലോഗ്രാംസ്. ആക്ടിവിറ്റി 4ൻ്റെ ബി പാർട്ട് നോക്കാം മക്കളെ. മിൽക്ക് മാത്ത്. ദി ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് കളക്റ്റഡ് അറ്റ് ദി സൊസൈറ്റി ഈസ് ഗിവൺ ബിലോ. സൊസൈറ്റിയിൽ 5 ദിവസം ശേഖരിച്ച പാലിൻ്റെ അളവാണ് നമുക്ക് താഴെ ടേബിളിൽ തന്നിട്ടുള്ളത്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ഈ ദിവസങ്ങളിൽ ശേഖരിച്ച കളക്ട് ചെയ്ത മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എ നോക്കിയ മക്കളെ. ഓൺ വിച്ച് ഡേ വാസ് ദി ലാർജസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് കളക്റ്റഡ്? ഏറ്റവും കൂടുതൽ പാൽ ശേഖരിച്ചത് ഏത് ദിവസമാണ്? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. മൺഡേ ആണ് ആൻസർ വരുന്നത്. 301 ലിറ്റേഴ്സ് ആൻഡ് 100 മില്ലി ലിറ്റേഴ്സ്. ക്വസ്റ്റ്യൻ ബി. ഹൗ മച്ച് മോർ മിൽക്ക് വാസ് കളക്റ്റഡ് ഓൺ വെനസ്ഡേ ദാൻ ഓൺ തേഴ്സ്ഡേ? വ്യാഴാഴ്ചത്തേക്കാൾ എത്ര കൂടുതൽ പാൽ ബുധനാഴ്ച ശേഖരിച്ചു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച കളക്ട് ചെയ്ത മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 294 ലിറ്റേഴ്സ് 500 മില്ലി ലിറ്റേഴ്സ് ആണ്. വെനസ്ഡേയോ 300 ലിറ്റേഴ്സ് 800 മില്ലി ലിറ്റേഴ്സ്. ആൻസർ എങ്ങനെ കണ്ടെത്താം മക്കളെ? 300 ലിറ്റേഴ്സ് മൈനസ് 294 ലിറ്റേഴ്സ് കാണുക. എത്രയാണ്? 6 ലിറ്റേഴ്സ് ആണ്. ഇനി മില്ലി ലിറ്റേഴ്സ് നോക്കണമെങ്കിൽ 800 മൈനസ് 500 മില്ലി ലിറ്റേഴ്സ് നോക്കുക. എത്രയാണ്? 300 മില്ലി ലിറ്റേഴ്സ്. സോ ദ ആൻസർ ഈസ് 6 ലിറ്റേഴ്സ് ആൻഡ് 300 മില്ലി ലിറ്റേഴ്സ്. ക്വസ്റ്റ്യൻ സി നോക്കാം. 64 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് വാസ് സോൾഡ് ഫ്രം ദി മിൽക്ക് കളക്റ്റഡ് ഓൺ സൺഡേ. വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ദാറ്റ് ഈസ് ലെഫ്റ്റ്? അതായത് ഞായറാഴ്ച ശേഖരിച്ചതിൽ നിന്നും 64 ലിറ്റർ പാൽ വിറ്റു. ബാക്കി പാലിൻ്റെ അളവ് എത്ര? ബാക്കി എത്ര ക്വാണ്ടിറ്റി മിൽക്ക് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൺഡേ കളക്ട് ചെയ്ത മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് മക്കളെ? 285 ലിറ്റർ 300 മില്ലി ലിറ്റർ ആയിരുന്നു. അതിൽ നിന്നും 64 ലിറ്റർ ആണ് വിറ്റത്. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ കണ്ടെത്താം മക്കളെ?
285 മൈനസ് 64 ചെയ്ത് നോക്കിയാൽ മതി. 221 ആണ് ആൻസർ വരുന്നത്. ആൻസർ എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എഴുതാം? 221 ലിറ്റർ 300 മില്ലി ലിറ്റർ. ക്വസ്റ്റ്യൻ ഡി നോക്കാം. മിൽക്ക് കളക്റ്റഡ് ഓൺ ഫ്രൈഡേ വാസ് കെപ്റ്റ് ഇൻ 8 വെസൽസ് വിത്ത് എ കപ്പാസിറ്റി ഓഫ് 40 ലിറ്റേഴ്സ് ഈച്ച്. വാട്ട് ഈസ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്? വെള്ളിയാഴ്ച ശേഖരിച്ച പാൽ 40 ലിറ്ററിൻ്റെ 8 പാത്രത്തിൽ നിറയെ ഉണ്ടായിരുന്നു. ആകെ പാലിൻ്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 40 × 8 ചെയ്ത് നോക്കിയാൽ മതി. 320 ആണ് ആൻസർ വരുന്നത്. 320 ലിറ്റർ. ക്വസ്റ്റ്യൻ ഇ നോക്കാം. പുട്ട് എ ടിക്ക് എഗെയിൻസ്റ്റ് ദി കറക്റ്റ് വൺ. ചുവടെ കൊടുത്തവയിൽ ശരിയായതിന് ടിക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1 ലിറ്റർ ഈക്വൽസ് 1000 മില്ലി ലിറ്റർ. അതറിയാലോ, 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്റർ ആണ്. ആക്ടിവിറ്റി 5-ൽ എയും ബിയും പാർട്ടുണ്ട്. എ പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് എന്നുള്ളതാണ്. ദി ഡിസ്റ്റൻസ് ടു ഡിഫറെൻറ്റ് പബ്ലിക് ഓഫീസേഴ്സ് ഫ്രം ഋതികാസ് ഹോം ഈസ് ഗിവൺ ഇൻ ദി ടേബിൾ. ഋതികയുടെ വീട്ടിൽ നിന്നും വിവിധ പൊതുസ്ഥാപനങ്ങളിലേക്കുള്ള ദൂരമാണ് താഴെ ടേബിളിൽ നമുക്ക് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദി ടേബിൾ എബോ. മുകളിൽ കൊടുത്ത പട്ടികയിലെ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വിട്ട ഭാഗം നമ്മൾ ഫിൽ ചെയ്യണം. ഫസ്റ്റ് വൺ എല്ലാ കോളവും തന്നിട്ടുണ്ട്. ഋതികയുടെ വീട്ടിൽ നിന്ന് പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള ദൂരം മീറ്ററിൽ, ഡിസ്റ്റൻസ് ഇൻ മീറ്റർ എന്ന് പറയുന്നത് 2400 മീറ്റേഴ്സ് ആണ്. ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റേഴ്സ് ആൻഡ് മീറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ 2400 മീറ്റേഴ്സ് എന്ന് പറയുന്നത് 2 കിലോമീറ്റർ ആൻഡ് 400 മീറ്റർ ആണ്. ഇനി സ്കൂളിലേക്കുള്ള ദൂരം നമ്മൾ മീറ്ററിൽ കണ്ടുപിടിക്കണം. കിലോമീറ്ററിലും മീറ്ററിലുമായിട്ട് തന്നിട്ടുണ്ട്. 2 കിലോമീറ്റേഴ്സ് 200 മീറ്റർ എന്ന്. ഇത് മീറ്ററിൽ എഴുതുമ്പോൾ 2200 മീറ്റേഴ്സ് ആവും. 2200 മീറ്റർ. അടുത്തത് പോലീസ് സ്റ്റേഷനിലേക്കുള്ള ഡിസ്റ്റൻസ് മീറ്ററിൽ തന്നിട്ടുണ്ട് 7300 മീറ്റേഴ്സ് എന്ന്. അത് നമ്മൾ കിലോമീറ്ററിലും മീറ്ററിലും എഴുതുമ്പോൾ 7 കിലോമീറ്റേഴ്സ് 300 മീറ്റേഴ്സ് ആകും. നെക്സ്റ്റ് വൺ ഹോസ്പിറ്റലിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ മീറ്ററിൽ കണ്ടുപിടിക്കേണ്ടത്. കിലോമീറ്ററിലും മീറ്ററിലുമായിട്ട് തന്നിട്ടുണ്ട് 5 കിലോമീറ്റേഴ്സ് ആൻഡ് 500 മീറ്റേഴ്സ്. അത് മീറ്ററിൽ മാത്രം വരുമ്പോൾ 5500 മീറ്റേഴ്സ് ആണ്. 5500 മീറ്റർ. ക്വസ്റ്റ്യൻ ബി നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ദാറ്റ് ഋതിക കവേർഡ് ആഫ്റ്റർ ഗോയിങ് ടു സ്കൂൾ ആൻഡ് റിട്ടേണിംഗ് ഹോം? ഋതിക സ്കൂളിൽ പോയി തിരിച്ചു വന്നപ്പോൾ ആകെ എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഋതികയുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 2 കിലോമീറ്റേഴ്സ് 200 മീറ്റേഴ്സ് ആണ്. ഋതിക സ്കൂളിൽ ചെന്ന് തിരികെ വരാൻ എത്ര ദൂരം, ടോട്ടലായിട്ട് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ 2 കിലോമീറ്റേഴ്സ് 200 മീറ്റേഴ്സ് പ്ലസ് 2 കിലോമീറ്റേഴ്സ് 200 മീറ്റേഴ്സ് ആണ് കാണേണ്ടത്. ആൻസർ എത്രയാണ്? 4 കിലോമീറ്റേഴ്സ് ആൻഡ് 400 മീറ്റേഴ്സ്. ക്വസ്റ്റ്യൻ സി നോക്കാം. പുട്ട് എ ടിക്ക് എഗെയിൻസ്റ്റ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ ശരിയായതിന് നേരെ ടിക്ക് മാർക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ദി സ്കൂൾ ഈസ് ദി നിയറസ്റ്റ് പബ്ലിക് ഓഫീസ് ടു ഋതികാസ് ഹോം. ഋതികയുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള പൊതുസ്ഥാപനം സ്കൂളാണ്. ശരിയല്ലേ? സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ക്വസ്റ്റ്യൻ 5-ൻ്റെ ബി പാർട്ട് നോക്കാം. കൺസ്ട്രക്ടിങ് ഹാൻഡ് റെയിൽസ്. Hand rails are being constructed along the new road from Kattadi Kavala to Chattivayal. On the first day, hand rail was constructed for 2 kilometers 300 meters. On the second day, hand rail was constructed for 2 kilometers 200 meters. കാറ്റാടി കവല മുതൽ ചട്ടിവേൽ വരെ പുതുതായി നിർമ്മിച്ച റോഡിന് കൈവരി പണിയുകയാണ്. ഒന്നാം ദിവസം 2 കിലോമീറ്റർ 300 മീറ്റർ കൈവരി ഉണ്ടാക്കി. രണ്ടാം ദിവസം 2 കിലോമീറ്റർ 200 മീറ്റർ കൈവരി ഉണ്ടാക്കി. ക്വസ്റ്റ്യൻ എ നോക്കാം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഹാൻഡ് റെയിൽ കൺസ്ട്രക്റ്റഡ് ഇൻ മീറ്റേഴ്സ് ഓൺ ദി ഫസ്റ്റ് ഡേ? ഒന്നാം ദിവസം നിർമ്മിച്ച കൈവരിയുടെ നീളം എത്ര മീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 കിലോമീറ്റേഴ്സ് 300 മീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 2300 മീറ്റേഴ്സ് ആണ് നമ്മൾ മീറ്ററിലേക്ക് മാറ്റി എഴുതുമ്പോൾ. സോ 2300 മീറ്റർ ആണ് എ ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ ബി നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഹാൻഡ് റെയിൽ കൺസ്ട്രക്റ്റഡ് ഓൺ ദി ഫസ്റ്റ് 2 days? 2 ദിവസത്തെയും കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ 2 കിലോമീറ്റേഴ്സ് 300 മീറ്റേഴ്സ് പ്ലസ് 2 കിലോമീറ്റേഴ്സ് 200 മീറ്റേഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻസർ വരുന്നത് 4 കിലോമീറ്റേഴ്സ് 500 മീറ്റേഴ്സ് ആണ്. അങ്ങനെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ 4500 മീറ്റേഴ്സ് എന്ന് എഴുതിയാലും ആൻസർ ശരിയാണ്. ഓക്കെ.
Question C. It was decided to construct a 7-kilometer handrail. How much length is left? അതായത് 7 കിലോമീറ്റർ കൈവരി നിർമ്മിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി നിർമ്മിക്കാനുള്ള കൈവരിയുടെ നീളം എത്രയാണ്? ഇപ്പോൾ ഓൾറെഡി 4 കിലോമീറ്റേഴ്സ് 500 മീറ്റേഴ്സ് ആണ് ഹാൻഡ് റെയിലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി 2 കിലോമീറ്റേഴ്സ് ആൻഡ് 500 മീറ്റേഴ്സും കൂടി ആഡ് ചെയ്യുമ്പോഴാണ്, കൺസ്ട്രക്ട് ചെയ്യുമ്പോഴാണ് 7 കിലോമീറ്റേഴ്സ് ഹാൻഡ് റെയിൽ കംപ്ലീറ്റ് ആവുന്നത്. Question D. Write 7 kilometers in meters. 7 കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റി എഴുതുക. 7000 മീറ്റർ ആണ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ പുട്ട് എ ടിക്ക് അഗെയിൻസ്റ്റ് ദി കറക്റ്റ് വൺ. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിന് നേരെ ടിക്ക് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്, 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1 and 3 ആർ കറക്റ്റ്.